നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കുന്നംകുളത്തെ പോലീസ് മൂന്നാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം. നടപടി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം. 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുത്തു. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള PV പ്രജീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ പോലീസ് മൂന്നാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം. ഇന്ന് നടപടി പ്രഖ്യാപിച്ചേക്കും. അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ ഭീകരമാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളെന്നാണ് ഉന്നതതല വിലയിരുത്തൽ. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പോലീസ് സേനയുടെ മുഖം രക്ഷിക്കുന്ന നടപടി ഉണ്ടാകണമെന്നാണ് പൊതുവികാരം. വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടു. ദ്രുതഗതിയിൽ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചു മുഖം രക്ഷിക്കാനാണ് സർക്കാരും നീക്കം നടത്തുന്നത്. വിഷയത്തിൽ നിയമസാധ്യത കൂടി പരിശോധിച്ചാണ് നടപടിക്കൊരുങ്ങുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളിയുണ്ടെന്ന് ഇന്നലെ ആരോപണമുയർന്നിരുന്നു. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. സുജിത്ത് VSനെ ശശിധരൻ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലില്ലെന്ന പേരിലായിരുന്നു നടപടി ഒഴിവാക്കിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത്ത് VSന്റെ ആരോപണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. ശശിധരനെ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നുൾപ്പെടെ സുജിത്ത് ആരോപിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം. വള്ളംകളി കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ഇരുകരകളിലുമായി തടിച്ചുകൂടിയത്. 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത്. കനോലി കനാലിൽ നടന്ന തൃപ്രയാർ ജലോത്സവം കാണികൾക്കുള്ള തിരുവോണ വിരുന്നായി. ജലോത്സവം കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ഇരുകരകളിലുമായി എത്തിയത്. ജലോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിന്റെ തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കായിക ശേഷി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഓണക്കാലത്തെ വിശേഷങ്ങളിലൊന്നാണ് ജലഘോഷയാത്ര. സ്വാഭാവികമായിട്ടും ഇവിടെ ഭദ്രൻ ഇനിയുള്ള സമയത്ത് നിങ്ങളോട് പറയാൻ പോകുന്നത് പോലെ തൃശ്ശൂർ ഇത്തവണ അതിമനോഹരമായിട്ടുള്ള 4-5 വള്ളംകളികൾക്ക് നേർസാക്ഷ്യം വഹിക്കുകയാണ്. ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിട്ടുള്ള ജലഘോഷയാത്രയും വളരെ മനോഹരമായിട്ടുള്ള വള്ളംകളിയും ഈ കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആഘോഷങ്ങളിലൊന്നാണ്. തൃശ്ശൂരിന്റെ ഒരു ടൂറിസം കലണ്ടർ വളരെ വേഗത്തിലുള്ള പ്രസിദ്ധീകരണം നടത്തി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. ജലോത്സവത്തിന് മുന്നോടിയായുള്ള ജലഘോഷയാത്ര CC മുകുന്ദൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, KC പ്രസാദ്, നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശുഭ സുരേഷ്, ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമികൾ, സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. A, B എന്നീ 2 ഗ്രേഡുകളിലായി നടന്ന ജലോത്സവത്തിൽ 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് പങ്കെടുത്തത്. A ഗ്രേഡ് വിഭാഗത്തിൽ TBC കൊച്ചിൻ ക്ലബ്ബ് ഗരുഡൻ 1ാം സ്ഥാനവും വടക്കൻ ബ്രദേഴ്സ് ക്ലബിന്റെ പൊഞ്ഞനത്തമ്മ 2ാം സ്ഥാനവും നേടി. B ഗ്രേഡ് വിഭാഗത്തിൽ തൊയക്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 1ാം സ്ഥാനവും JBC ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ET ടൈസൺ MLA ട്രോഫി വിതരണം ചെയ്തു. ഏറ്റവും നല്ല ചെമ്മീൻ കർഷകനായി സർക്കാരിന്റെ അവാർഡ് നേടിയ ഷൈൻ T ഭാസ്കരനെ മന്ത്രി ആദരിച്ചു. ശ്രീമുരുകൻ ചെറിയ പണ്ഡിതൻ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ശ്രീമുരുകനാണോ ചെറിയ പണ്ഡിതനാണോ? മീഡിയ ടൈം, കയ്പമംഗലം. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള PV പ്രജീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പണിതീരാത്തൊരു വീടിന് മുന്നിൽ മരിച്ച നിലയിൽ ഇന്നലെ രാത്രിയിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ചേലക്കര പോലീസ് ദുരൂഹത സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. കേരള പുലയർ മഹാസഭ പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖ അയ്യങ്കാളി ജയന്തി ആഘോഷം പിണ്ടാണി ജംഗ്ഷനിൽ നടന്നു. പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷനായിരുന്നു. തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി UD സജീവൻ, TU കിരൺ, UV വിശ്വനാഥൻ, MB സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. തിരുവോണനാളിൽ കരുതൽ കൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണസദ്യയും കൊടുങ്ങല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. വിക്രംജി തിരുവള്ളൂരിന്റെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരുതൽ സത്യസന്ധമായിട്ട് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കരുതൽ കൂട്ടായ്മയുടെ വിജയമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിവിധങ്ങളായിട്ട് ഉള്ള വ്യക്തികളെയൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ, ആ ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരുതൽ കൂട്ടായ്മയ്ക്ക് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. കയ്പമംഗലം MLA ET ടൈസൺ മുഖ്യാതിഥിയായിരുന്നു. ജോർജ് തൈപ്പറമ്പിൽ, സുധീർ മംഗലത്ത്, ഷാജി വടക്കൻ, ജോസഫ്, സുനിൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ചന്ദ്രപിന്നി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ VK സരസ്വതിയെ ആദരിച്ചു. മൂത്തകുന്നം SNM കോളേജ് കായിക വിഭാഗം മേധാവിയായിരുന്ന VK സരസ്വതി കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ ഇന്നും നിറസാന്നിധ്യമാണ്. ചന്ദ്രപിന്നി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയിത്രിയുമായ MU ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു. ചന്ദ്രപിന്നി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, ശ്രീനാരായണ വായനശാല സെക്രട്ടറി MM പ്രതാപൻ, ചന്ദ്രപിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ, SN യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു പൊനത്തിൽ, PC രവി എന്നിവർ സംസാരിച്ചു. എൻ്റെ ഓർമ്മകളിലേക്ക് 80 കാലഘട്ടങ്ങളാണ് കടന്നു വരുന്നത്. അന്ന് ഞാൻ SNM മൂത്തകുന്നം ട്രെയിനിങ് കോളേജിൽ പഠനത്തിനായിട്ട് ചെന്നപ്പോൾ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവിടുത്തെ വാർഡനായിരുന്നു സരസ്വതി മാഡം. അന്ന് മുതൽക്കുള്ള പരിചയമാണ്. വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഹോസ്റ്റലിലായാലും അതുപോലെ തന്നെ കോളേജിലെയും കായിക രംഗത്ത് ഒക്കെയുള്ള എല്ലാ സർവ്വ രംഗങ്ങളിലും എവിടെ നോക്കിയാലും പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തെ പോലീസ് 3-ാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം. നടപടി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം. 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുത്തു. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള PV പ്രജീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.